ഇന്ന് ഞാൻ വന്നിട്ടുള്ള പച്ചരി വെച്ചിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ, അതുപോലെ നമുക്ക് പ്രത്യേകമായിട്ടൊക്കെ എന്തെങ്കിലും ചോറുണ്ടാക്കണം തോന്നുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ കുക്കറിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളി ചോറാണിട്ടത്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 കപ്പ് റേഷനരി പച്ചരി ഉണ്ടല്ലോ, ആ ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 5-6 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതൊന്ന് കുക്കറിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിലോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അരിയെല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അടുത്തായിട്ട് ഇതിലോട്ട് വേണ്ടത് ഒരു വലിയ സവാള ഉണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേണ്ടത്, അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലോട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് പൾപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ പുറം ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളിയുടെ ഉൾഭാഗം ചോറിലിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര ടേസ്റ്റ് കിട്ടൂലേ. ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താണ്, അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ശേഷം ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് ചതച്ചതും അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഒന്ന് ചതച്ചതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് 2 കഷ്ണം പട്ടയും കുറച്ച് ഗ്രാമ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഉണ്ടല്ലോ, പെരിഞ്ചീരകം കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 3 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 കപ്പ് അരിയിലോട്ട് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പകരം വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സൺഫ്ലവർ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നത് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അങ്ങനെ ഒരു വിസിൽ വന്നിട്ട് ഇതൊന്ന് പ്രഷറൊക്കെ ഒന്ന് പോയതിനു ശേഷം തുറന്നിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളത്തെ ചോറ് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒന്നും ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചോറ് ഇതേപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് മുട്ട കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു ബൗളിലോട്ട് ഞാൻ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അടുത്തായിട്ട് ചട്ടിയിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ തന്നെ ചിക്കിയിട്ട് എടുക്കാം. ഉണ്ടോ, ഈ രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ചോറിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ റേഷനരി വെച്ചിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചോറൊന്ന് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുകയാണെങ്കിൽ തന്നെ കൂട്ടാണെന്നില്ലെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചോറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാ രീതിയിലും ഉണ്ടാക്കിയിട്ട് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.